എന്താ എഴുന്നേറ്റത്? നിക്ക്. കണ്ടില്ലേ, ഞാൻ അടുത്ത് വന്നപ്പോ എന്തോ ഒരു കെമിസ്ട്രി ഉണ്ടായത്. തന്റെ ദേഹമാകെ വേർത്തില്ലേ? താൻ മാത്രമല്ല, ഞാനും ആകെ വേർത്തു. കണ്ടോ, ഇപ്പൊ മനസ്സിലായില്ലേ തന്റെ അറിവൊന്നും കറക്റ്റ് അല്ലാന്ന്? വെറും മണ്ണാണ് താനെങ്കിൽ ഇങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താ? എനിക്കൊരു സംസാരിക്കാനുണ്ട്. അങ്ങോട്ട് മാറിയിരുന്നല്ലോ. ഇരിക്കേ ഇരിക്കേ. നോക്ക്, നീ എന്തൊരു സുന്ദരിയാ, ഒരു ദേവതയെ പോലെയുണ്ട്. നീ എന്തിനാ ഈ ജീവിതം പാഴാക്കുന്നത്, അതൊരു സന്യാസിനിയായിട്ട്? എന്താ ദേഷ്യം വരുന്നുണ്ട്? വന്നാലും എനിക്കൊന്നുമില്ല. കാരണം ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിന്നെ കല്യാണം കഴിക്കണമെന്ന് എന്റെ ആഗ്രഹം. ഞാൻ തന്നെ സംരക്ഷിക്കുന്നുള്ള കാര്യത്തിൽ ഡൗട്ടേ വേണ്ട. ഞാനേ മാ ടിവിയിൽ പ്രോഗ്രാം ഡയറക്ടറാ. മാസം 24,000 രൂപ ശമ്പളം. എന്റെ അച്ഛൻ ചന്ദ്രമോഹനും അവിടെ തന്നെയാ. പുള്ളിയോടെ വലിയൊരു പോസ്റ്റില്ല. ഞാൻ എന്റെ ശമ്പളം മുഴുവൻ അടിച്ചു പൊളിച്ചാലും അച്ഛന്റെ ശമ്പളം മുഴുവൻ നിനക്കാ. ഓക്കെ? പിന്നെ മനോഹരമായൊരു സ്വന്തം വീടുണ്ട്, 2 വണ്ടിയുണ്ട്, ഓൾമോസ്റ്റ് റോയൽ ഫാമിലി. ഒരു കഷ്ടപ്പാടുമില്ല. കുട്ടി, ഇത്രയൊക്കെയുള്ള വേറെ ആരെങ്കിലും തനിക്ക് കിട്ടുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അറിയാലോ, ഇതെന്റെ വിസിറ്റിംഗ് കാർഡാ. താൻ എപ്പോ ടെംപ്റ്റ് ആവുന്നോ അപ്പ എന്നെ വിളി, എത്തിയെന്ന് വിചാരിച്ചാൽ മതി. തൽക്കാലം ആരും അറിയണ്ട. വരട്ടെ, നല്ലോണം ആലോചിക്കും. എന്നെ പോലൊരു തെമ്മാടിക്ക് നിന്നെ പോലൊരു സുന്ദരി പെണ്ണ് എങ്ങനെ കിട്ടിയെന്ന് ആലോചിച്ച് എല്ലാവന്മാരും വട്ടടിക്കണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. അതും കൂടി മനസ്സിൽ വെച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ബൈ. ബാലഗോപാലിനെ தெரியுமா? അറിയാം സാർ. ഫ്രണ്ടാ? അതെ സാർ. അവനുടെ നമ്പർ இருக்கா? ഉണ്ട് സാർ. ഇതിലുണ്ടോ? ഉണ്ട്. ഇത് ബാലഗോപാലിന്റെ നമ്പറാ? അതെ സാർ. ഉங்கிட்ட ഫോൺ இருக்கா? എടേ, ഇത് നോക്കി இந்த നമ്പറിലേക്ക് സെയ്. ഹേയ്, സ്പീക്കർ ഓൺ ചെയ്. ഹലോ ചന്ദ്രമോഹൻ സാർ. എന്റെ പൈസയുടെ കാര്യം എന്താടാ? എനിക്ക് വേറെ ആവശ്യമുള്ളതാ. പൈസയുടെ കാര്യമോ? ഏത് പൈസയുടെ കാര്യ? ഏത് പൈസയെന്നോ? മറന്നുപോയോ? വാങ്ങിച്ചപ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. തരാൻ മനസ്സില്ല. എന്ത് ചെയ്യുന്നു? ബോസിനോട് പറഞ്ഞ് നിന്റെ സാലറി ഞാൻ കട്ട് ചെയ്യിക്കും. ഇത് നിങ്ങൾ ബോസിനോട് എങ്ങനെ പറഞ്ഞാൽ മാ ടിവിയിലെ ജോലി രാജിവെക്കും ഞാൻ. എവിടെ ഉണ്ടെന്ന് ചോദിക്കാനാണോ? നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? തന്നോട് അതൊന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഫോൺ വെക്കണം. എടാ തമ്പി ബാലഗോപാല്. ആരാ സംസാരിക്കുന്നത്? ഞാൻ ഉന്റെ അച്ഛന്റെ ഫ്രണ്ടാപ്പാ. നിന്റെ വീട്ടിക്ക് പോകാൻ അഡ്രസ് കൊടുപ്പാ. എഴുതിക്കോ അപ്പാ. ചൊല്ലപ്പാ. 4th Avenue, 59 സാന്താ കാർഗോ, ന്യൂ ജേഴ്സി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. എന്റെ ഫാദറോടെ വൈറ്റ് ഹൗസിലുണ്ട്. വേഗം പോയി കണ്ടോ. அப்பா அமெரிக்கா, அம்மா ஆஸ்திரேலியா, யாருக்கு வேணுதலா? அந்த குத்தா, அந்த நாய் எனக்கு வேணும். போடா, போன் கம்பெனில போய் அட்ரஸ் வாங்கிட்டு வா. விட மாட்டேன். மாறு. டேய், வாங்கடா. ഈ രാത്രിയിൽ ഇത് എങ്ങോട്ടടാ? പ്രേമാതുരാനാം ന രാത്രി ന പകൽ എന്ന് വെച്ചാ പ്രേമത്തിന് രാത്രിയും പകലും ഒന്നും ഇല്ലെന്ന്. ഓ, ഇവന്റെ ആരും പോക്കാം. നമുക്ക് കിടക്കാം. എടോ, താൻ ആർക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തോ പട്ട് സാരി? തന്റെ അനിയത്തിക്ക് വാങ്ങിച്ചു കൊടുത്തില്ലേ? തന്റെ ചേട്ടത്തിക്ക് വാങ്ങിച്ചു കൊടുത്തില്ലേ? കുഴിയിലേക്ക് കാല് നീട്ടി തന്റെ തള്ളയ്ക്ക് പോലും വാങ്ങിച്ചു കൊടുത്തില്ലേ? ഞാൻ തനിക്ക് അന്യായി പോയോ? ഞാൻ ഇനി എന്തൊരു കുതത്തിന് തന്നോട് ജീവിക്കുന്നേ? എന്തിനാ ഈ ആ സമയത്ത് ഇവിടെ വന്നത്? മാതാജി, തുറന്നു പറയാലോ, ഉറക്കത്തില് വൈശാലി ഞാൻ സ്വപ്നം കണ്ടു. പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഒരുപക്ഷെ അവളും എന്നെ പോലെ ഉറക്കം വരാതെ കിടക്കാണെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്നാൽ ആശ്രമം
അർദ്ധരാത്രി ഉറക്കത്തിൽ ചിലർ പേഴ്സണൽ കാര്യങ്ങളും പറയുന്നു. ഞാൻ ചെയ്തത് ശരിയല്ലോ എന്നോർത്ത് ഞാൻ തിരിച്ചു പോവാ. നിന്നെ കാണുമ്പോ എന്റെ മകനെ ഓർമ്മ വരിക. ഈ പ്രായത്തിൽ എല്ലാവരും എങ്ങനെയാ. ഇവിടുന്ന് തിരിച്ചു പോയാൽ നീ അവളെ മറന്നുകൊള്ളും. ആ സമയത്ത് ഇങ്ങനെ ചുറ്റിത്തിരിയാതെ പോയി കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്. എന്താ നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? അതിന് ഞാനൊന്നും ചെയ്തില്ല. നീ എന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഓഹോ, നല്ലോണം ദേഷ്യം വരുന്നുണ്ടല്ലോ. എന്നെ തല്ലാൻ തോന്നുന്നുണ്ടല്ലേ? എന്നെ കൊല്ലണമെന്ന് തോന്നുന്നുണ്ടോ? ഇതൊന്നും സന്യാസികൾക്ക് ചേർന്ന കാര്യങ്ങളേ അല്ല. ശരിക്കും നീ ഒരു സന്യാസിനിയല്ല. നിനക്ക് ഇതുപോലെ ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. എല്ലാം നീ മറച്ചു വെക്കുക. ഒരിക്കൽ നീ അവിടെ വെച്ച് കരഞ്ഞു. ഇന്ന് നീ വല്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഇതുപോലെ നിന്റെ ഉള്ളിൽ പ്രേമമുണ്ട്. അതങ്ങ് സമ്മതിച്ചൂടെ? എന്തിനാ ഈ മുഖം മൂടി? ആരെ കാണിക്കാനാ? അമ്മ എന്താ പറ്റിയ? തള്ളിയിട്ട് കൊല്ലാൻ നോക്കിട്ട് എന്ത് പറ്റിയെന്നോ? ഈ സോറി മറ്റൊരു ഫീലിങ്സാ. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കെട്ടിക്കോ, ഇല്ലെങ്കിൽ നീ കെട്ടണ്ട. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കെട്ടിയാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. നീ സ്നേഹിക്കുന്നുണ്ട് എന്നാ ഞാൻ കെട്ടാൻ സമ്മതിക്കില്ല. അമ്മേ, എന്തൊരു അടിയാത്! എന്റെ അമ്മോ, വയലന്റ് ആവണ്ട, കെട്ടിക്കോ. എന്തിനാ നീ കരയുന്നേ? ഇത് വെറും മണ്ണല്ലേ. ഈ ബ്ലഡ് പോലും വെള്ളത്തിൽ അലിഞ്ഞു പോണ്ടല്ലേ. ഇതൊക്കെ നീ പറഞ്ഞ പോയിന്റ്സാ. നിനക്ക് നന്നായിട്ട് അറിയാം നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നാളെ തിരിച്ചു പോകും. നിനക്ക് വേണ്ടി സൈലന്റ് വാലിയിൽ 10 മണി വരെ വെയിറ്റ് ചെയ്യും. വന്നാൽ ഞാൻ നിന്നെ കൊണ്ടുപോകും. ഇനി ഞാനത് പറയില്ല. ആലോചിക്ക. നീ കരുതുന്ന പോലെ ഞാൻ അത്ര തെമ്മാടിയൊന്നുമല്ല. നല്ല കുറെ ക്വാളിറ്റീസ് എന്നിലും ഉണ്ട്. ഐ ലവ് യു. കഷ്ടം. ഇനി അവിടുത്തെ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഞാൻ എന്തൊരു ചെയ്യും അല്ലേ? നമ്മുടെ ഐ വി ശശി ഇപ്പൊ പടങ്ങളൊന്നും ചെയ്യുന്നില്ല പിള്ളേ. അറിഞ്ഞില്ലേ? മമ്മൂട്ടി വെച്ച് അങ്ങാടിയുടെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ പോലെ. എന്തൊരു മമ്മൂട്ടിയെ വെച്ച് പഴയ അങ്ങാടിയുടെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ പോണെന്നാ? അടിപൊളി പടമായിരിക്കും. നമ്മുടെ ലാലേട്ടന്റെ പുതിയ പടങ്ങളൊന്നും ഇറങ്ങിയില്ലേ? ലാലേട്ടന്റെ അലിബായി ഇറങ്ങിയതല്ലേ? മുമ്പ് ഹലോ ഇറങ്ങിയായിരുന്നു. നമ്മുടെ ദിവ്യാണി കുഞ്ഞുണ്ടായി. കല്യാണം കഴിഞ്ഞു. അത് കുറെ കാലായില്ലേ. നമ്മുടെ ദിലീപിന്റെ അവിടെ കെട്ടിയോ? വിചാരിച്ചല്ലോ. വരട്ടെ. ഓക്കെ മാതാജി, പോയിട്ട് വരാം. എല്ലാവരോടും പറഞ്ഞു, വൈശാലിയോട് പറയുന്നില്ലേ? പറയുന്നില്ല. എന്തേ? നാളെ വൈശാലി എന്റെ കൂടെ നാട്ടിലേക്ക് വരുന്നതുകൊണ്ട്. അത്രയ്ക്ക് കോൺഫിഡൻസാ? അല്ലെങ്കിൽ നോക്കൂ. ശുക്രിയ. ശരി, ബൈ ബൈ. ബൈ. സീഡിയോ വണ്ടി വെയിറ്റ് ചെയ്യാം. ഒന്ന് വേഗമാട്ടെ, ഇല്ലെങ്കിൽ ഡൽഹിയിൽ എത്തുമ്പോ നമ്മളെരോട് ലേറ്റ് ആകും. ഇതെന്താ എല്ലാരും ഇങ്ങനെ നിൽക്കുന്നേ? വല്ലാത്തൊരു വിഷമം. ആ കുട്ടി വരുമെന്ന് തോന്നുന്നില്ല. ഞാൻ തിരിച്ചു പോവാ. ഇനി ഒരിക്കലും മടങ്ങി വരില്ല. നീ വരുന്നോ ഇല്ലയോ? എടീ, നീ വലിയ മിസ്യൂണെന്ന് വിചാരിച്ചോ? ആ സന്യാസിമാരുടെ ഇടയിൽ കിടന്ന് നിന്റെ ജീവൻ നശിച്ചു പോവുകയുള്ളൂ. ഇനി ഞാൻ വിളിക്കില്ല. കുറച്ച് വെയിറ്റ് ചെയ്യാം. ഇനി എത്ര വെയിറ്റ് ചെയ്തിട്ടും കാര്യമില്ല. അവള് വരില്ല, എനിക്കതറിയാം. അതോ ആ കുട്ടി വന്നാലോ? ഇനി അവള് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയും വേണ്ട. എനിക്ക് ഉറപ്പാ. ടൈം വേസ്റ്റ് ചെയ്യണ്ട, നമുക്ക് പോവാം. വാ, ഞാൻ വണ്ടിയുടെ മോളിൽ കാണും. മോളിൽ എന്തിനാ കയറുന്നത്? അകത്ത് സ്ഥലമുണ്ട്. അവള് വന്നില്ലോ. ഇനിയിപ്പോ എവിടെ കയറില്ല. നിങ്ങൾ വണ്ടി കയറി. നിങ്ങൾ വരണ്ട. അവള് വലിയ സന്യാസിനിയല്ല. ഇവിടെ ഇങ്ങനെ താമസം ചെയ്തോണ്ടിരിക്കട്ടെ. എനിക്കെന്താ, വണ്ടി വിടറാ.
ആ ബാറ്ററി ചാർജ് ചെയ്യാൻ വെക്കണം. നിന്റെ ബ്രെയിനും കൂടി ഒന്ന് ചാർജ് ചെയ്യുന്നത് നല്ലതാ. ദൈവമേ, ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞല്ലേ. അവനെവിടെ? ബാലു വന്നില്ല സാർ. സമാധാനമായി. ഇവിടെ ആകെ കുഴപ്പമായിരിക്കുക. ഇപ്പൊ അവൻ എവിടെ ഉണ്ട്? സാറിനോട് പറയാതിരിക്കുന്ന എങ്ങനെയാ? ബാലു ഒരു പ്രേമത്തിൽ കുടുങ്ങിയിരിക്കുക. പ്രേമോ? പെണ്ണേതാ? അത് വെറും പെണ്ണൊന്നുമല്ല സാർ, ഒരു സന്യാസിനി കുട്ടിയാ. സന്യാസിനിയോ? ആ എന്തൊരു ജീവിതമായത്. ഒരുപിടി ചോറില് ഇത്തിരി മീൻകറിയും കൂട്ടിക്കുഴച്ച് തിന്നിട്ട് എത്ര നാളായെന്നറിയാ. വാ ഓർത്തിട്ട് കൊതി വരണം. എന്തൊരു നീ നോക്കണത് അല്ലേ? ചോദിച്ചു കേട്ടില്ലേ? എത്ര സുന്ദരിയാ നീ. ചെറിയ കണ്ണുകള്, ഓറഞ്ച് പോലത്തെ ചുണ്ടുകള്. വൈശാലി, ഒറ്റത്തവണ കണ്ണാടിയിൽ മുഖം നോക്കാൻ തോന്നിയാൽ ചുണ്ടുകൾക്ക് ചുവപ്പ് പോരാന്ന് തോന്നും, കണ്ണുകളിൽ മഷി എഴുതണമെന്ന് തോന്നും, പൊട്ടുകുത്തണമെന്ന് തോന്നും. അതൊടുവിൽ എല്ലാ അനർത്ഥങ്ങൾക്കും കാരണമാകും. അതുകൊണ്ടാണ് ആശ്രമത്തിൽ കണ്ണാടി വയ്ക്കാത്തത്. ജൽദി ലോട്ട് കരോ ജൽദി. എവിടെ നോക്കിയാൽ ആപ്പിൾ പൈസ പൈസ പൂछते हैं. काम करो. ആപ്പിളിന്റെ ബിസിനസ്സാ? ഏക് ആപ്പിൾ ബോക്സ് കിतना हेलो, आपका कितना कितना लोरी वाला माल? ആണല്ലേ. तीन. ഞാൻ ചോദിച്ചത് നിങ്ങളോടാ. ഹലോ, हाँ നീ എവിടുത്തുകാരനാടാ? ആ ലെവലാതി വലിയൊരു മുതലാളി വന്നിരിക്കുന്നു. रेट कम नहीं आता. ആപ്പിള് കണ്ടുപിടിച്ച് ഇവനാന്ന വിചാരം. वही rate. ഇവൻ ആരടാ? ആദാമിന്റെ അളിയന്. പോയി തൊലയടാ. നിങ്ങൾ എന്തിനാ ഇത്ര ഹേർട്ടിങ് സംസാരിക്കുന്നത്? നിങ്ങൾ പറയുന്നതൊക്കെ വെറും നോൺസെൻസ് ആണല്ലോ. ടു മച്ച് നോൺസെൻസ്. ഒരു ദിവസമെങ്കിലും ആരോട് സംസാരിക്കാതിരിക്കാൻ. ജസ്റ്റ് വൺ കൈൻഡ് ഓഫ് ആൻ ഉപാസന. നോൺസെൻസ് ഒക്കെ താനേ കുറയും. എന്താ അനിയ, ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ നീ എന്തോ ചോദിച്ചായിരുന്നല്ലോ. കോഴ്സ് നീ എന്നെ ചീത്ത പറഞ്ഞു. ഒരു മലയാളി പയ്യനാണെന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്തേ വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നതാ? തിരിച്ചു പോകാൻ കാശില്ലെങ്കിൽ പറ, നമ്മുടെ ലോഡ് 3 പോകുന്നുണ്ട്, കേട്ടി വിടാന്നേ. പിന്നെ എന്ത് വേണമെന്ന് പറ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോ ചോദിച്ചത് എന്താ പറയുന്നേ? നിക്കടാ, നീ എന്താ എഴുന്നേറ്റ് പൊക്കളയുന്നത്? എന്താടാ, ഞാനൊരു കത്തിയാണെന്ന് തോന്നി നിനക്ക്? ഇവിടെ 30 വർഷമായി ആപ്പിൾ ബിസിനസ് ചെയ്യുന്നവനാ ഞാൻ. എന്താ ആരാണെന്നോ ഞാൻ? ഇവിടെ ഓരോരുത്തരോടും ചോദിച്ചു നോക്കടാ ഞാൻ ആരാണെന്ന്. നിനക്ക് മര്യാദയൊന്നുമില്ലേ? എടാ, എന്താടാ സംസാരിക്കാത്തത്? ഞാൻ കിടന്ന് കുരയ്ക്കുന്നുണ്ടല്ലേടാ. നിന്നെ നാം ഇറങ്ങിപ്പോയടാ. സംസാരിക്കടാ, സംസാരിക്കാൻ മര്യാദയ്ക്ക് സംസാരിക്കടാ. എടാ, എന്നെ വെറും മറ്റവനാക്കുന്നോടാ. നീ സംസാരിക്കാതെ പോയാൽ ഈ മോന്ത ആപ്പിൾ ചതയ്ക്കുന്നത് പോലെ ചവിട്ടി ചതയ്ക്കും. ഒരു വാക്കെങ്കിലും സംസാരിക്കുന്നതാ നല്ലത്. സംസാരിക്കുന്നോ പല്ലടിച്ച് കൊഴിക്കണോടാ. ഇതെന്താ പാറക്കല്ലോട്ടുള്ള ഇടിയാ? എനിക്കറിയാം നീ ആ ബാലഗോപാലിനെ സ്നേഹിക്കുന്നുണ്ട്. ഇല്ല മാതാജി. അല്ല, നിന്റെ കണ്ണുകളിൽ അത് കാണുന്നുണ്ട്. നിന്റെ ഉള്ളിലെ വേദന ഞാൻ അറിയുന്നുമുണ്ട്. എനിക്ക് അങ്ങനെയുള്ള വേദനയൊന്നുമില്ല. അടക്കി നിർത്തുകയാണ് നീ കണ്ണുനീര്. കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ കരയേ. ഞാൻ കരയൊന്നുമല്ല. നിന്റെ ഉള്ളിലെ മോഹങ്ങൾ അടിച്ചമർത്തി ഒരു സന്യാസിനിയായി ജീവിക്കുന്നതിൽ അർത്ഥമില്ല. നീ ചെറുപ്പമാണ്. ആസ്വദിക്ക്, ജീവിക്ക്. അവനെ തന്നെ വിവാഹവും കഴിക്ക്. കുടുംബിനിയാക്, അമ്മയാക്. അവനൊരു കൊള്ളരുതാത്തവനാണെന്ന് തോന്നിയാൽ ഇവിടേക്ക് തന്നെ തിരികെ പോരും. ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അയാൾ അങ്ങനെയുള്ളവനൊന്നും അല്ല. പിന്നെ എങ്ങനെയുള്ളവനാ? നല്ല മനുഷ്യനാ മാതാജി. എങ്ങനെ വിശ്വസിക്കും? എനിക്കത് ഉറപ്പുണ്ട്. അവൻ സ്ഥലത്തുണ്ടോ, തിരിച്ചു പോയോ? എനിക്കതറിയില്ല. ഇപ്പൊ ഇവിടുന്ന് തിരിച്ചു പോയിട്ടുണ്ടാവും. ഫോൺ നമ്പർ ഉണ്ടോ? ഞാൻ സംസാരിക്കാം. ഇതല്ലേ വിസിറ്റിംഗ് കാർഡ്. നീ എപ്പോ ടെംപ്റ്റ് ആവുന്നോ അപ്പനും. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. വൈശാലി, നീ അന്വേഷിക്കുന്ന വിസിറ്റിംഗ് കാർഡ് ഇവന്റെ അല്ലേ? വൈശാലിയെ, യവൻ തിരിച്ചു പോയിട്ടൊന്നുമില്ലായിരുന്നു. 2 ദിവസമായിട്ട് യവൻ ഈ ആശ്രമത്തെ ചുറ്റിപ്പറ്റി തന്നെ നടക്കുമായിരുന്നു. അല്ല പിള്ള, ഈ ചെല്ലക്കിളിയെ നിനക്ക് തന്നാ നീ എന്താ ചെയ്യും? ആ എന്റെ അപ്പച്ചോ, നീ അവളെ കൊണ്ടുപോയി വിറ്റ് കളയുന്നു. എന്തേലും കൊണ്ടുപോയി തൂക്കിക്കൊല്ലുന്ന. അയ്യോടാ, കല്യാണം കഴിക്കുമെന്നോ? എന്റെ പൊന്ന്, മാമനവ്രത നിനക്ക് വേണ്ടിയാ.
നോക്കു കുട്ടി, വൈശാലി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇനി മുതൽ അവളൊരു സന്യാസിനിയല്ല. നാളെ രാവിലെ ആശ്രമത്തിലേക്ക് വന്നാൽ ഞാൻ അവളെ നിന്നെ ഏൽപ്പിക്കാം. ஒன்பது 3 9 5 3 5 6 3 9 ரிலையன்ஸ் நம்பர் இருக்கு. மனுஷன் இல்ல, ஒருத்த இன்னும் ஹாஸ்பிடல்ல. இந்த செல் நம்பரில் எங்க இருந்து பேசுறது உனக்கு சொல்ல முடியுமா? முடியுமான்னு தெரியாது. போட்டே, ஏது டவர்ல இருந்து வருது கண்டுபிடிக்க முடியுமா? ആ സ്വാമിജി എവിടെയുണ്ട്? ദേ ഇരിക്കുന്നു. സ്വാമിജി നമസ്കാരം. നമസ്കാരം. എപ്പോഴാ വന്നത്? ഞാൻ വരുന്നു. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി തിരയുന്നു. അവൾ വീട് വിറ്റ് എങ്ങോട്ടോ പോയെന്നറിയുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഈ മരത്തിന്റെ കീഴിൽ ഞാൻ ഇരിക്കുന്നു. അങ്ങയുടെ ഭാര്യയെ ഞങ്ങൾ അന്വേഷിക്കാം. ആ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സുകാർ സ്വാമിയെ കൊണ്ടുപോയി എന്ത് ചെയ്തു?